കേരളത്തിലെ സംബന്ധിച്ച് UDF ആയിരിക്കുമല്ലോ. 20 സീറ്റ് 18 കിട്ടും. 18 കിട്ടും. രണ്ടെണ്ണം കിട്ടും. കിട്ടത്തില്ല. 12-13 സീറ്റ് വരെ. LDF ജയിക്കണം. ജയിച്ചാലേ നമുക്ക് തൊഴിലാളികൾക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും. ഓരോരുത്തരും നിൽക്കുന്ന ഇലക്ഷൻ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. അതെ. ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ വരണം, എങ്കിലേ ഇവിടുത്തെ മതേതരത്വം നിലനിൽക്കൂ. എവർക്കും ഹൃദ്യമായ നമസ്കാരം. 20 പാർലമെന്റ് സീറ്റാണ് കേരളത്തിലുള്ളത്. ഇതിൽ ഓരോ മുന്നണിക്കും എത്ര സീറ്റുകൾ വീതം കിട്ടും? നമ്മൾ വോട്ടർമാരോട് ചോദിക്കും. നിലവിലെ സാഹചര്യത്തിലെ ഓരോ മുന്നണിക്ക് എത്ര സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ സാധിക്കും? തീർച്ചയായും LDF-ന് എത്ര സീറ്റ്? LDF-ന് ഒരു 16 സീറ്റെങ്കിലും കിട്ടും. ആണോ? ബാക്കി 4 UDF ആയിരിക്കും. BJP-ക്ക് ഒരു സീറ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സീറ്റാണെന്ന് പറയാൻ സാധിക്കും? ഏകദേശം ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന് ഏകദേശം പറയാന്ന് പറഞ്ഞാൽ വടക്ക് 2 ഉണ്ടല്ലോ മുസ്ലിം ലീഗിന്റെ, അതവർക്ക് കിട്ടും. മുസ്ലിം ലീഗിന് കിട്ടും. 2 കിട്ടും. LDF-ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇന്ന സീറ്റ് എന്തായാലും കിട്ടും എന്ന് പറയാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ടോ? വടകര തീർച്ചയായിട്ടും കിട്ടും. വടകര. പിന്നെ തൃശ്ശൂരും കിട്ടും. തൃശ്ശൂർ സുനിൽകുമാർ ജയിക്കും. മറ്റടുത്ത് ടീച്ചറും ജയിക്കും. ഈ 2 മണ്ഡലങ്ങളാണ് ചേട്ടൻ ഉറപ്പായിട്ട് കിട്ടും. ബാക്കി 14 സീറ്റ് കൂടി കിട്ടും. കേരളത്തിലെ നിലവിലെ 20 മണ്ഡലങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഏത് മുന്നണിയായിരിക്കും കൂടുതലായിട്ട് ജയിച്ചു പോകും? NDA. കാരണം BJP അല്ലല്ലോ, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി BJP. കാരണം ഞാൻ പത്രം വായിക്കുന്നവനാണ്. ഒരു തൊഴിലാളി സംഘടനയുടെ ദുരുദ്ദേശപരമായ സ്റ്റഡി ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്തവനാണ്. ഇവിടുത്തെ എല്ലാ രംഗങ്ങളിലും കടന്നു കയറിയിട്ടുള്ള ദേശീയ വിരുദ്ധ സംഘടന ശക്തികളുടെ ദല്ലാളന്മാർ നിരക്ഷരരായ സാധാരണക്കാരനെ സ്റ്റഡി ക്ലാസ് കൊടുത്തും നിരന്തരമായിട്ട് ലോക നേതാവായ ഒരു ഇന്ത്യൻ വ്യക്തിയെ, ഇതിനു മുൻപ് ഞാൻ കൊച്ചുനാളിൽ ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞു, അതേപോലെ ഇപ്പോഴത്തെ നരേന്ദ്രമോദി ലോക നേതാവാണ്. കാരണം അമേരിക്കയിലും ആഫ്രിക്കയിലും ചായ കുടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ട് ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ വരണം, എങ്കിലേ ഇവിടുത്തെ മതേതരത്വം നിലനിൽക്കൂ. അതുകൊണ്ട് തന്നെ NDA-യുടെ 20 സീറ്റും ജയിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 1966 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഒക്കെ വോട്ട് ചെയ്ത ആളാണ്. ആ മാറ്റത്തിനനുസരിച്ച് ഇപ്പോഴുള്ള ഈ ദുഷ്പ്രചരണങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാർട്ടി, ആദർശം മാർക്സും സിദ്ധാന്തങ്ങളിൽ വിശ്വസിച്ചാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. അതിൻ്റെ കള്ളത്തരം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും. ഞാൻ വായിക്കാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി, അനുഭവിക്കാൻ തുടങ്ങി. കർഷകരുടെ പെൻഷൻ, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, റോഡ്, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഈ സത്യം പറയുന്നത്. തീർച്ചയായിട്ടും NDA തന്നെ ഇന്ത്യയിൽ വരണം. അത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ MP-മാര് ജയിച്ചു പോകുന്നത് ഏത് പാർട്ടിയിൽ നിന്നായിരിക്കും? അത് ഏറ്റവും കൂടുതൽ MP-മാര് പോകുന്ന മെമ്പർ ഓഫ് പാർലമെന്റിൽ കയറാൻ നിൽക്കുന്ന നല്ല LDF-ലായിരിക്കും. അത് ആരായിരിക്കും കൃത്യമായിട്ട് ഇന്നയാൾ എന്തായാലും ജയിക്കും എന്ന് പറയാൻ പറ്റുന്ന മണ്ഡലം ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തില് പിന്നെ മുകേഷ് അല്ല, അത് നടക്കത്തില്ല. പിന്നെ എവിടെയാ ജയിക്കാൻ സാധ്യത? ഇവിടെ നമുക്ക് കൊല്ലം ലോക്സഭാ മണ്ഡലത്തില് പിന്നെ ഇദ്ദേഹം ജയിക്കാം, UDF നിൽക്കണ പ്രേമേന്ദ്രൻ സാറ്. കാരണം അദ്ദേഹത്തിന് വേറെ പ്രത്യേകതയുണ്ട്. പിന്നെ പാർലമെന്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേ ഉണ്ടായിരുന്നു. ഈ പാർലമെന്റ് ഇലക്ഷൻ ആണല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് മുന്നണിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് കേരളത്തിൽ നിന്ന് പറയാൻ സാധിക്കും? മുന്നണിക്ക് നമ്മുടെയൊക്കെ ആഗ്രഹം LDF ജയിക്കണമെന്നാണ്. 20 സീറ്റിൽ അതായിരിക്കാൻ ആണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഏത് മണ്ഡലം പറയാൻ സാധിക്കും എന്തായാലും ഇന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഏത് മണ്ഡലം? അത് പറയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ നമുക്ക് നോക്കാം, സുനിൽകുമാർ. പിന്നെ കൊല്ലത്ത് മുകേഷ്. ഇത് 2 മണ്ഡലം എന്തായാലും ഉറപ്പാണ്. ബാക്കി 18 മണ്ഡലം കൂടി നമുക്ക് അനുകൂലമായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തുകൊണ്ടാണ് LDF-ന് അനുകൂലമാകുമെന്ന് പറയുന്നത്? അവർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. കാരണം എല്ലാ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇനിയും അതുപോലെ അങ്ങനെ തുടർന്ന് പക്ഷെ നിലവിൽ പൊയ്ക്കൊണ്ടിരുന്ന പലരും പറയുന്നുണ്ട്, ഇപ്പൊ ചോദിച്ച സമയത്ത് പറയുന്നുണ്ട്, കേരളത്തിന്റെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും, അത് UDF-ന് അനുകൂലമാവും അല്ലെങ്കിൽ BJP-ക്ക് അനുകൂലമാവും പറയുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ ആകില്ല, അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഇല്ല. ഇല്ല, അങ്ങനൊന്നും വരാൻ വഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അവരവർ ജയിക്കാൻ വേണ്ടി തന്നെ അവരവർ ചെയ്യണത്. പക്ഷെ എങ്കിലും ജനങ്ങളാണല്ലോ ഇതെന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ജനങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കും എന്നാണ് നമ്മുടെ നമുക്ക് രാജ്യത്ത് 20 സീറ്റ് വരും. കേരളത്തിലെ സംബന്ധിച്ച് UDF ആയിരിക്കുമല്ലോ. UDF അങ്ങനെയാണ്. ഇപ്രാവശ്യം UDF തന്നെ ആയിരിക്കും എന്നാണോ പറയുന്നത്? ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെ തരത്തില്ല. എന്നാലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇന്ന മണ്ഡലങ്ങളൊക്കെ കൃത്യമായി ജയിക്കും, ഒരു സാധ്യത ഇവിടെ ജയിക്കും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഇപ്പൊ മാവേലിക്കര LDF ജയിക്കും. മാവേലിക്കര LDF ജയിക്കും. അല്ല, ചേട്ടൻ പറഞ്ഞത് UDF ജയിക്കും. അങ്ങനല്ല പറഞ്ഞ ഭൂരിപക്ഷം LDF ആയിരിക്കും അവിടെ ജയിക്കും. കേരളത്തിൽ LDF ആയിരിക്കും ജയിക്കുന്നത്. പിന്നെ UDF ജയിക്കുന്ന ഏതൊക്കെ മണ്ഡലങ്ങളായിരിക്കും? UDF വടക്കോട്ടൊക്കെ കുറെ ജയിക്കാൻ സാധ്യത. എങ്ങനെ പോയാലും UDF തന്നെ ആയിരിക്കും കൂടുതൽ സീറ്റുകൾ. സാധ്യത. മേൽക്കൈ അവർക്ക് തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കാണ് ഒരു മുൻതൂക്കം കേരളത്തിൽ? അതിൽ LDF ജയിച്ചാലേ ജനങ്ങൾക്ക് കാര്യങ്ങളുള്ളൂ. ആണോ? ആ, ഈ 20 സീറ്റും ജയിക്കണമെന്നാണോ? ജയിക്കണം. പിന്നെ തൊഴിലാളികൾക്ക് വേണമെങ്കിൽ LDF ജയിക്കണം. തൊഴിലാളി അപ്പൊ ഇന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, അങ്ങനൊന്നും പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ 20 സീറ്റും LDF ജയിക്കും. LDF ജയിക്കണം. ജയിച്ചാലേ നമുക്ക് തൊഴിലാളികൾക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും. NDA ആയിരിക്കും, UDF ആയിരിക്കും, LDF ആയിരിക്കും? UDF-നായിരിക്കും. UDF-നായിരിക്കും. അതെന്തുകൊണ്ടാണ് UDF-നായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുക? ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ കഴിവുണ്ട്. പ്രതിപക്ഷത്തിന്റെ കഴിവുകൊണ്ട് ആ ഭരണം മോശമായതുകൊണ്ട് കേന്ദ്രത്തില് കേരളത്തില് ആ കേരളത്തിൽ LDF-ന്റെ ഭരണം ഇതായതുകൊണ്ട് ഇവിടെ പ്രതിപക്ഷം ശക്തമായി പ്രവർത്തിക്കുന്നു. അതിന്റെ ഫലമായിട്ട് UDF-ന് സീറ്റ് കിട്ടും. അവരായിരിക്കും ഏറ്റവും കൂടുതൽ ജയിച്ചു പോകുക. ചൂടല്ലേ ഭയങ്കര? ഭയങ്കര ചൂടാ. ഈ ചൂടിനകത്ത് ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ നടക്കുവാണല്ലോ, ഈ സമയത്ത് നമുക്ക് എത്ര സീറ്റ് കേരളത്തിൽ നിന്ന് ഓരോ മുന്നണിക്ക് ഉണ്ടാവും, ആരായിരിക്കും പോവാന്ന് പറയാൻ സാധിക്കും? അതൊന്നും സാധ്യമല്ല. ഒന്നുമല്ല. എന്നാലും ചേട്ടൻ്റെ ആഗ്രഹത്തെ ഏത് മുന്നണി ജയിച്ചോണെന്ന് ആഗ്രഹിക്കുന്നത്? BJP ആണോ, LDF ആണോ, UDF ആണോ? നമുക്കിപ്പോ അങ്ങനെയുള്ള പിന്നെ ഒരു തീരുമാനങ്ങളും ഇല്ല. കാരണം ഇലക്ഷനിൽ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും. അതെ. ഓരോരുത്തരും നിൽക്കുന്നത് ഇലക്ഷൻ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. അതെ. അതിനകത്ത് നമ്മളിപ്പോ ഇന്നാര് ജയിക്കുന്ന പ്രവചിക്കാൻ സാധിക്കുന്നതല്ല. ചേട്ടൻ്റെ ആഗ്രഹം പറയാനും പറ്റത്തില്ല. ആഗ്രഹം പറയാനും പറ്റില്ല. ചേട്ടൻ അതേ അഭിപ്രായം തന്നെ. ആണോ? അതെ, അതേ അഭിപ്രായം തന്നെ എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി പറഞ്ഞ ചേട്ടൻ അടിക്കുമെന്ന് വെച്ചിട്ടാണ് അതേ അഭിപ്രായം? അയ്യ, അല്ലല്ല. ഏത് പാർട്ടി കേരളത്തിൽ നിന്ന് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഒന്നും പറയത്തില്ല. BJP ആണോ, LDF ആണോ, UDF ആണോ, ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നമുക്ക് പറയാം. ചേട്ടൻ്റെ ആഗ്രഹം ഏത് പാർട്ടി ജയിക്കണം? BJP ജയിക്കണമെന്നാണോ? എന്തുകൊണ്ടാണ് BJP ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നരേന്ദ്രമോദിയുടെ പരിപാടി നല്ലതായുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും നല്ലതായിരിക്കും. എല്ലാ സീറ്റിലും BJP ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഏത് മുന്നണിക്കായിരിക്കും കൂടുതൽ സീറ്റ് കിട്ടുക, പാർലമെന്റിലേക്ക് പോവുക? 20 മണ്ഡലങ്ങളുണ്ടല്ലോ, അതില് അതൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. നമ്മൾ എന്നാലും ജനത്തിന് LDF വരണമെന്നാ എന്റെ തീരുമാനം. കാരണം എന്ന് വെച്ചാല് പെൻഷനൊക്കെ എത്രയോ കാലം മുടങ്ങി കിടന്നതെല്ലാം കൊടുത്തു. അത് കണക്ക് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ തെറ്റായ നടക്കുന്ന നയങ്ങൾക്കെതിരെ നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് കേന്ദ്രത്തിന്റെ കുറെ നയങ്ങൾക്കെതിരെ അവർ പ്രസംഗിക്കും. എന്നാൽ ഇന്ന സീറ്റ് LDF ജയിക്കും അങ്ങനെ പറയാൻ സാധിക്കാതെ അങ്ങനെയൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. 20 സീറ്റും ജയിക്കണമെന്ന് ആഗ്രഹിക്കും. 20 സീറ്റും ജയിക്കണമെന്നാ എന്റെ ആഗ്രഹം. പ്രാർത്ഥന അതാണ്. പ്രാർത്ഥനയാണ്. നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ ആണല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ ഓരോ മുന്നണിക്കും കേരളത്തിൽ നിന്ന് എത്ര സീറ്റ് ഉണ്ടാവും, ഏതൊക്കെ മണ്ഡലമാണെന്ന് പറയാൻ സാധിക്കും? നമ്മളെ കുട്ടിരിക്കുന്നവര് കേരളത്തിലെ മൊത്തം ഓരോ പറയാൻ പറ്റൂല. ഇല്ല. എന്നാലും ഒരാഗ്രഹം, അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും 20 മണ്ഡലങ്ങളിൽ? LDF-ന് എത്ര ഉണ്ടാവും? LDF ആയിരിക്കും ഭൂരിപക്ഷം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന് പറയാൻ സാധിക്കും? അതൊന്നും പറയാൻ പറ്റില്ല. 1-2 മണ്ഡലങ്ങൾ അങ്ങനെ ഉദാഹരണം അതൊന്നും പറയാനിപ്പം അടുത്ത് പറയുകയാണെങ്കിൽ മാവേലിക്കര കിട്ടും. ആ. മാവേലിക്കരയും പത്തനംതിട്ടയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. C. അരുൺകുമാറും തോമസ് ഐസക്കും ജയിക്കാനാണ് സാധ്യത. ആ 2 മണ്ഡലങ്ങളാണ് പറയുന്നത്. ആ 2 മണ്ഡലങ്ങൾ ഉറപ്പായിട്ട് പറയുന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങൾ ബാക്കിയുള്ള ഈ കൊല്ലം പോലും ജയിച്ചുകൂടാന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും 2 എണ്ണം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. 2 എണ്ണം ഈ അടുത്ത് നമുക്ക് ഉറപ്പായി പറയാവുന്ന 2 എണ്ണം. അത് ഇപ്പൊ ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. ആണോ? ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. ആൾക്കാരുടെ ഇതല്ലേ. ആണോ? പറയാം. UDF ആണ് മുഴുവൻ സീറ്റും ജയിക്കുന്നത് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തലും കണക്കൂട്ടലും. ഇങ്ങനെ 20 മണ്ഡലത്തിൽ UDF ജയിക്കും എന്ന് പറയുമ്പോൾ ഇന്ന മണ്ഡലത്തിൽ കൃത്യമായി ജയിക്കും എന്ന് പറയാൻ പറ്റുന്ന ഇന്ന മണ്ഡലം 20 മണ്ഡലമുണ്ട്. 20 മണ്ഡലത്തിലും UDF ജയിക്കാനാണ് ഫുൾ സാധ്യത. അതുകൊണ്ട് ഇന്ന മണ്ഡലത്തിൽ ഇന്നയാളെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ മണ്ഡലത്തിലും UDF ആയി ജയിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് ആ സാഹചര്യം എന്ന് പറയുന്നത്? സാഹചര്യം പല വിവിധ മറ്റുള്ള
കാര്യങ്ങൾ, മറ്റ് സംസ്ഥാനത്തുണ്ടാകുന്ന മറ്റുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടെ വിലയിരുത്തുമ്പോൾ അതിനാണ് സാധ്യത. ഏത് മുന്നണി എവിടേക്ക് പോകണമെന്നാണ്? NDA ആണോ, LDF ആണോ, UDF ആണോ? NDA ജയിച്ചാൽ കൊള്ളാം. സുരേഷ് ഗോപിയോ അങ്ങനെ കൃഷ്ണകുമാറോ അങ്ങനെ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ. അത്ര ജയിച്ചാൽ നല്ല കാൻഡിഡേറ്റ് ആണ് അവരൊക്കെ. NDA ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് ഒക്കെ തോന്നുന്നില്ല. ചേട്ടൻ്റെ ആഗ്രഹം അവര് ജയിക്കണോ? അവർ ജയിക്കണമെന്നാണ്. NDA മുന്നണി ജയിച്ചു NDA പിന്നെ ജയിച്ചു പോകണമെന്ന് ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ. ചേട്ടാ, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഇലക്ഷനായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ള ഒരു വോട്ടുള്ള ഒരു അങ്ങനെ കൊടുക്കും, അതെല്ലാം അതിനപ്പുറം ഒന്നുമില്ല. കേരളത്തിൽ നിന്ന് ഏത് മുന്നണിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. ഇല്ല ഒരു ആഗ്രഹവും ഇല്ല. അങ്ങനെ ഒന്നും. നമ്മളുള്ള ഒരു വോട്ട് കൊടുക്കും, അത്ര തന്നെ. ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഏത് മുന്നണിക്കായിരിക്കും ഏറ്റവും കൂടുതൽ MP പാർലമെന്റിലേക്ക് പോകുക? ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. കേരളത്തിൽ നിന്ന് LDF 20 മണ്ഡലങ്ങളിൽ LDF സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. 20 മണ്ഡലങ്ങളിൽ ഏകദേശം ഒരു 15 മണ്ഡലങ്ങളിൽ LDF സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന മണ്ഡലത്തിൽ എന്തായാലും ഇദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന സീറ്റ് ഏതാണ്? ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കൊല്ലം മണ്ഡലത്തില് മുകേഷ് ജയിക്കും. തിരുവനന്തപുരത്ത് നമ്മുടെ ഇദ്ദേഹം ജയിക്കും, പന്നിയൻ രവീന്ദ്രൻ ജയിക്കും. ആറ്റിങ്ങലിൽ നമ്മുടെ ജോയി MLA ജയിക്കും. പിന്നെ നമ്മൾ ഉറപ്പായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞ മാവേലിക്കരയില് നമ്മുടെ അരുൺകുമാർ ജയിക്കും. LDF ആണോ, UDF ആണോ, BJP വലിയ നല്ല ആഗ്രഹം ആര് ജയിക്കണമെന്ന്? ആര് ജയിച്ചാലും നാട്ടിന് നല്ലത് ആര് ചെയ്യുന്നു. ഏത് മുന്നണിക്കായിരിക്കും ഒരു മുൻതൂക്കം ഉള്ളത്? ഇടത് മുന്നണിക്ക്, ഇടതുപക്ഷത്തിനാണ്. അവരുടെ 20 സീറ്റും ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നേ ഉള്ളൂ. എന്നാലും അതിൽ ഏതൊക്കെ മണ്ഡലങ്ങളായിരിക്കും കൃത്യമായിട്ട് കിട്ടുന്നതെന്ന് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉറപ്പുള്ള മണ്ഡലങ്ങൾ നമുക്ക് ചുറ്റുള്ള എല്ലാ കിട്ടുന്നത് ഉറപ്പുണ്ട്. എല്ലാ മണ്ഡലം. മലപ്പുറം സൈഡൊക്കെ പ്രതീക്ഷ കുറവാണ്. മലപ്പുറമൊക്കെ വേറെയാണ്. അതെ, മലപ്പുറം ബാക്കി എല്ലാ മണ്ഡലങ്ങളും LDF പ്രതീക്ഷിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ജയിക്കുമെന്ന് പറയുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പറയാൻ സാധിക്കും? ഇന്നയാൾ എന്തായാലും ശൈലജ വടകര. അതെ, അവിടെ ഉറപ്പാണ്. ഏത് മുന്നണിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് ഇവിടുന്ന് കിട്ടുക കേരളത്തിൽ നിന്നും പറയാൻ സാധിക്കും? കേരളത്തിൽ നിന്ന് UDF-നായിരിക്കും. 20 സീറ്റും UDF-നായിരിക്കും. എന്തുകൊണ്ടാണ് 20 സീറ്റും UDF ജയിക്കും എന്ന് പറയുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണം മോശം. LDF-ന്റെ മോശം. അതുകൊണ്ട് 20 സീറ്റ് അവർക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ 20 മണ്ഡലങ്ങൾ 20 സീറ്റിൽ ഏതാണ് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുക? ഈ കൊല്ലം. അത് കഴിഞ്ഞാൽ പിന്നെ ഏത് മണ്ഡലമാണ്? പിന്നെ വടകര ഷാഫി. അതുപോലെ എല്ലാ 20 മണ്ഡലം BJP ജയിക്കും എന്ന് പറയുന്നുണ്ട് പൊതുവെ. അങ്ങനെ സാഹചര്യം ഉണ്ടാവില്ലെന്നാണ് ഇപ്പോൾ സാഹചര്യം ശരിയില്ല. ജയിക്കാൻ സാധ്യതയില്ല. ജയിക്കാൻ ഒരു സീറ്റിലും സാധ്യതയില്ല. UDF-നായിരിക്കും 20 സീറ്റ് കിട്ടത്തില്ല. 13 സീറ്റ് വരെ UDF-ന് കിട്ടും. എന്തുകൊണ്ടാണ് UDF-ന് 13 സീറ്റ് വരെ കിട്ടുവാൻ സാധ്യത? UDF നേതൃത്വത്തിന് കേരളത്തിന് ആളിൽ കുറവാ, തമ്മിലടിയും കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. LDF-ന് കഴിഞ്ഞുള്ള ശബരിമല വിഷയം മറ്റൊന്നും വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് LDF-ന് ഒരു 6-7 സീറ്റ് വരെ അവരും പിടിക്കും. BJP അക്കൗണ്ട് തുറക്കാൻ ചിലപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങാൻ സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ. അതെ, അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത അവിടെ ഉള്ളൂ. എന്റെ കണക്കുട്ടി. UDF 13 മണ്ഡലം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്ന മണ്ഡലങ്ങൾ കൃത്യമായി ജയിക്കും എന്ന് പറയാനുണ്ട്. അത് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഊഹം ഉണ്ടെങ്കിലും അത് പറയാൻ പറ്റില്ല. ആഗ്രഹം 13 മണ്ഡലത്തിൽ ജയിക്കും. 13 ജയിക്കും എന്നാണ് ചിലപ്പോ കമ്മ്യൂണിസ്റ്റ് ആണ്, കോൺഗ്രസ് ആണ്, അത് കഴിഞ്ഞ് മറ്റേ BJP ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആഗ്രഹം ആഗ്രഹം എന്താ വെച്ചാൽ പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. UDF 20 മണ്ഡലത്തിൽ. അതെ, 20 മണ്ഡലത്തിൽ UDF 20 പറയാൻ പറ്റില്ല. അതിൽ തുച്ഛമായ 1-2 എണ്ണമുള്ളൂ. 1-2 LDF ആയിരിക്കും, BJP ആയിരിക്കും? BJP വരാൻ സാധ്യത. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല. LDF-നായിരിക്കും ബാക്കി 2. അങ്ങനെയാണെങ്കിൽ ഏത് മണ്ഡലത്തിലായിരിക്കും ഇന്ന മണ്ഡലം കൃത്യമായി ജയിക്കും? മണ്ഡലം തീർത്ത് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഇന്ന സാഹചര്യം കൊണ്ട് എന്തായാലും ഇന്ന മണ്ഡലം ജയിക്കും അങ്ങനെ പറയാൻ സാധിക്കുന്ന മണ്ഡലം ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. എന്തായാലും ഒരു 10-18 എണ്ണം UDF-നായിരിക്കും. അങ്ങനെയാണ്. അതെ, ഒരു 17 എണ്ണം കറക്റ്റായി. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ 20 മണ്ഡലത്തില് ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് LDF-ന് എത്ര സീറ്റ് ഉണ്ടാവും, UDF-ന് ഉണ്ടാവുമോ സീറ്റ്? അതുപോലെ തന്നെ BJP-ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചലനം സൃഷ്ടിക്കാൻ സാധിക്കും ഈ പാർലമെന്റ്? ഞാനിപ്പോ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ പിടുവായ ഒന്നും പറയാനൊക്കാത്ത ഒരു സാഹചര്യം. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ വിലയിരുത്താൻ പറ്റിയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ സാഹചര്യം. അതുകൊണ്ട് LDF വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതങ്ങനെയൊന്നും പറയാനുള്ള LDF വരണമെന്ന് ആഗ്രഹിക്കുന്നത്. 20 സീറ്റിനും LDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. 20 സീറ്റ് കിട്ടില്ല. 20 സീറ്റിലും കിട്ടില്ല. 20 സീറ്റിലും കിട്ടത്തില്ല. ഏതൊക്കെ സീറ്റായിരിക്കും, എത്ര സീറ്റ് കിട്ടും? മിക്കവാറും എല്ലാ സീറ്റും കിട്ടും. മിക്കവാറും എല്ലാ സീറ്റും കിട്ടത്തില്ല.
കുറച്ചൊക്കെ അതിൽ ഉറപ്പ് പറയാൻ പറ്റുന്ന മണ്ഡലങ്ങളൊന്ന് പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് അത് ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമാവോ? അത് പിന്നെ ഒരു രാഷ്ട്രീയ പറച്ചിലാവും. ചേട്ടന്റെ ആഗ്രഹം ആഗ്രഹം എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. 20 സീറ്റും അവർ ജയിക്കണമെന്ന് ആഗ്രഹിക്കും. ജയിക്കണമെന്ന് ആഗ്രഹം. കാരണം ഇവിടെ ഈ നടന്നു പോകുന്ന ഈ പിന്നെ വർഗീയതയും മറ്റു കാര്യങ്ങൾക്കും എതിരായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതും അതിനനുസരിച്ച് പോവുകയും ചെയ്യുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇടതുപക്ഷ മുന്നണി വരണമെന്നാണ് എന്റെ ആഗ്രഹം. പൊതുവെ ഒരു ജനവികാരം അനുസരിച്ചാണെങ്കിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ ജനവികാരം കേരളത്തിലുണ്ടെന്നാണ് ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ ആളുകളുടെ പെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങി കഴിഞ്ഞപ്പോൾ അടിസ്ഥാന ജനവിഭാഗം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പം അതിനെതിരെയുള്ള ഒരു വിലയിരുത്തൽ എന്തായാലും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതുപോലെ തന്നെ ഈ പരമ്പരാഗതമായി പിന്നെ കേരളത്തിൽ BJPക്ക് വലിയ വോട്ട് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം UDF കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു മേക്കൈ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ മൊത്തത്തിൽ കാണുന്നത്. അതായത് കേരളത്തിന്റെ ഈ ഭരണപരാജയം UDFന്റെ ഇതാവുമെന്നാണോ പറഞ്ഞു വരുന്നത്? അത് അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഗുണഫലം UDFിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതായത് ജനവികാരം തീരെ മാനിക്കാതെ പല പ്രശ്നങ്ങളിൽ നിന്നും മറുപടി പോലും പറയാതെ ജനങ്ങളെ ഈ കണ്ണടച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അതിന് ശക്തമായ ഒരു മറുപടി ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഈ പല ആളുകളുമായിട്ടുള്ള ഈ സംവാദത്തിലൊക്കെ തെളിഞ്ഞു വരുന്ന കാര്യം. പിന്നെ രാഷ്ട്രീയമായിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുമെങ്കിലും ഈ ഒരു ജനവികാരം അടിത്തട്ടിലുണ്ട് കേരളത്തിൽ. അത് മനസ്സിലാക്കാതെയാണ് മുന്നണികളുടെ പ്രവർത്തനം എന്നുള്ളത് ഏറ്റവും വസ്തുതയാണ്. ഇത് ഒരു തരത്തിലും BJPക്ക് ഒരു ഗുണകരമാവില്ല എന്നാണോ പറയുന്നത്? BJPക്ക് തന്നെ ഗുണകരമാവും. അല്ല, ആ കേരളത്തിലെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണെങ്കിൽ അത് UDFന് ആണ് അത് പോകുന്നത്. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് ഒരു സീറ്റ് ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയില്ല. മേ ബി അത് ഇപ്പം ഈ തൃശ്ശൂരായിരുന്നു BJPക്ക് സാധ്യത കൂടുതലായിട്ട് വന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല തൃശ്ശൂരെ കാര്യം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എങ്കിലും അത് പൊതുവെ UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിലുണ്ട്. അത് എക്സ്പെഷ്യലി കേരളത്തിലെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായിട്ടാണ് സാധാരണ ജനം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇവിടുത്തെ സംബന്ധിച്ച് പ്രേമേന്ദ്രനാണ് സാധ്യത. നിലവിലെ മൊത്തത്തിലെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര സീറ്റ് LDFന് അല്ലെങ്കിൽ UDF BJP അങ്ങനെ പറയാൻ സാധിക്കും? ലക്ഷത്തിൽ ഇപ്പൊ BJPക്ക് ഒരു സീറ്റ് കിട്ടാൻ സാധ്യത കാണുന്നില്ല. കേരളത്തിൽ നിന്നും കിട്ടാൻ സാധ്യത കാണുന്നില്ല. ബാക്കി LDFനും UDFനും ആയിരിക്കും. അങ്ങനെ LDFന് എത്രയൊക്കെ പറയാനായിട്ട് സാധിക്കുന്നില്ല. BJPക്ക് എന്തായാലും സീറ്റ് ഉണ്ടാവില്ല. BJPക്ക് സീറ്റ് ഉണ്ടാകാൻ സാധ്യത UDFനായിരിക്കും. കേരളത്തിൽ നിന്നും അതെ. 20 സീറ്റിലെ UDF ആയിരിക്കും. 20 സീറ്റ് 18 കിട്ടും. 18 കിട്ടും. അങ്ങനെയെങ്കിൽ ഇന്ന മണ്ഡലം എന്തായാലും UDF ജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടോ? കൊല്ലം ജില്ല ഷുവറായിട്ട് 2 ലക്ഷം വോട്ടിന്റെ MK പ്രേമേന്ദ്രൻ ജയിക്കും. പിന്നെ ഏത് മണ്ഡലം പറയാൻ സാധിക്കും? അങ്ങനെയാണ് പിന്നെ എന്തായാലും 18 സീറ്റ് UDF ജയിക്കും. ബാക്കി 2 സീറ്റ് ആർക്കായിരിക്കും? LDFനായിരിക്കും BJPക്കായിരിക്കും? പിന്നെ 2 സീറ്റ് LDFനായിരിക്കും. BJPക്ക് ഒരു സീറ്റും തന്നെ ഉണ്ടാവില്ല. ഇല്ല, സാധ്യതയില്ല. ഒരു തിരുവനന്തപുരം തൃശ്ശൂരും ഒക്കെ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ തിരുവനന്തപുരം തരൂര് ജയിക്കത്തില്ല. ആണോ? പിന്നെ അങ്ങനെയാണെങ്കിൽ വേറെ തൃശ്ശൂരും സാധ്യതയില്ല. തൃശ്ശൂരും മുരളീധരൻ ജയിക്കും. BJPക്ക് ഇപ്രാവശ്യം ഒരു സീറ്റും കിട്ടത്തില്ല. ഈ കേരളത്തിൽ നിന്ന് ഏത് മുന്നണിക്കായിരിക്കും കൂടുതൽ സീറ്റ് കിട്ടുക പാർലമെന്റിൽ? UDF മുന്നണി ജയിക്കും. UDF ജയിക്കും. കേരളത്തിന് മുഴുവൻ 20 സീറ്റ് UDF ജയിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന സീറ്റ് എന്തായാലും ജയിക്കും എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥികളോ സീറ്റോ ഉണ്ടോ? ഏതാ ഇന്ന ആൾ എന്തായാലും ജയിക്കും, ഇന്ന സീറ്റ് എന്തായാലും UDFന് നിലനിർത്തും കൊണ്ട് ജയിക്കും എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ? കൊല്ലം സീറ്റ് കൊല്ലം സീറ്റല്ലേ? കൊല്ലം സീറ്റ് ഷുവറോടെ ജയിക്കും. അത് മാറ്റി വെച്ചാൽ വേറെ ഏതൊക്കെ സീറ്റ്? അത് കഴിഞ്ഞാൽ പിന്നെ ഏത് സീറ്റായിരിക്കും പറയാൻ സാധിക്കും? 20 സീറ്റ് UDF ജയിക്കും. അത്രേ ഉള്ളൂ. എങ്ങനെ പോയാലും 20 സീറ്റും ജയിക്കും.